കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ആരോപണമായി ഷിബിലയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു. അപകട ഭീഷണിയുണ്ടെന്ന് പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ച പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഷിബിലയുടെ പിതാവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 28-ാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓൻ്റെ ലഹരിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞ് കൊടുത്തതാണ്. അപ്പോൾ ഓനോട് കുറച്ച് സാധനങ്ങൾ കൊടുത്ത് തരാൻ വേണ്ടി പറഞ്ഞതിനും എന്തോ സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ഉണ്ട്, അതൊന്ന് കൊണ്ടുതരാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഓന് പോലീസുകാരോട് വരെ ഭയങ്കര ശക്തമായിട്ട് എതിർത്തുങ്ങാനാണ് വർത്തമാനം പറഞ്ഞത്. അങ്ങനെ പിന്നെ ഓൻ്റെ വാപ്പനോടും ഏട്ടനോടും പറഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞ് അവർ 2 ദിവസത്തിനുള്ളിൽ കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ആ സാധനങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമില്ല. അവർ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞതിന് അവർ കൊണ്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് വിവരം അറിയിക്കേണ്ടിയിരുന്നു. അങ്ങനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച് യാതൊരു റിസൾട്ടും ഇല്ല അതിന്. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തതിന് അന്ന് എൻ്റെ മോളെ ഇവിടെ ജീവനോടുണ്ടാവുമായിരുന്നു. പ്രതി യാസറിന് കടുത്ത ശിക്ഷ നൽകണമെന്നും ലഹരിയുടെ അതിപ്രസരം കൊണ്ടുണ്ടായ കൊലപാതകമാണെന്നും കുടുംബം ആരോപിച്ചു. കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേരുന്നു. ദിൽഷ, കഴിഞ്ഞ ദിവസം ആ വാർത്ത എത്തിയപ്പോൾ മുതൽ തോന്നുന്ന കാര്യമാണ്, ഇതിൽ കൃത്യമായി പോലീസിന് നടപടിയെടുക്കാമായിരുന്നു. അയാളെ ഈ കേസിൽ അകത്താക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷിബില ഇപ്പോൾ ജീവനോടെ നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്കൊന്നുമല്ല, അല്ലാതെ ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക് ചിന്തിച്ചാൽ പോലും അക്കാര്യം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ആ കുടുംബം ആവർത്തിച്ച് പറയുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥ ഈ വിഷയത്തിൽ സംഭവിച്ചു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കേണ്ടത് ദിൽഷ? ദിൽഷയുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി ഷിബിലയുടെ കുടുംബം രംഗത്ത് വരികയാണ്. അപകട ഭീഷണി ഉണ്ടെന്ന് പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തി ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാര്യവും ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയാക്കുന്ന വിവരവും ഷിബില പറഞ്ഞിരുന്നു. അത് പറഞ്ഞ് ഇയാൾക്കൊപ്പം പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ വിട്ടത് എന്ന വിവരമൊക്കെ പുറത്തു വന്നിരുന്നു. ദിൽഷ തിലകൻ തുടരുന്നുണ്ട്. ദിൽഷ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥ തന്നെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നതല്ലേ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും അത് വളരെ വ്യക്തമായിട്ട് വാർത്ത പുറത്തു വന്നത് മുതൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ലഹരിയുടെ അതിപ്രസരം കൊണ്ട് ഉണ്ടായ ഒരു കൊലപാതകം തന്നെയാണ് ഷിബിലയുടേത് എന്ന് ആണ് കുടുംബവും അത് ഉറപ്പിച്ച് പറയുകയാണ്. കുടുംബത്തിന്റെ അതിവൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ യാസറിന്റെ കുടുംബം നേരത്തെ തന്നെ യാസറുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. അത് യാസറിന്റെ കുടുംബത്തിനും അറിയാമായിരുന്നു. യാസറിന്റെ കുടുംബവും ഈ പ്രശ്നം പരിഹരിക്കാൻ യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. പോലീസിനെതിരെയും രൂക്ഷമായിട്ട് തന്നെയാണ് ഷിബിലയുടെ കുടുംബം പ്രതികരിക്കുന്നത്. ഈ അപകട ഭീഷണി ഉണ്ടെന്ന് നേരത്തെ തന്നെ പരാതി നൽകിയതാണ് പോലീസ് സ്റ്റേഷനിൽ. എന്നാൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. വീട്ടിൽ വന്ന് പോലീസ് വിവരം അന്വേഷിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്ന് ഷിബിലയുടെ മാതാപിതാക്കൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മെല്ലെപ്പോക്ക് നയം തന്നെയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പ്രതിയുടെ ഉമ്മ ആണെങ്കിൽ പോലും ഈ കൊലയെ ന്യായീകരിക്കുന്നതായിട്ടും കണ്ടു. ഇതൊക്കെ തന്നെ കുടുംബത്തെ ഏറെ വിഷമത്തിലാകുന്ന ഒരു കാര്യമാണ്. ആ പിതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിങ്ങി പൊട്ടുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. അതായത് പോലീസ് അന്ന് തന്നെ കൃത്യമായിട്ട് പരാതി നൽകി അന്ന് തന്നെ കൃത്യമായിട്ടൊരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ തങ്ങളുടെ മകൾ ഇപ്പോൾ ജീവനോടെ ഇരുന്നേനെ എന്നാണ് പിതാവ് പറയുന്നത്. ഈ യാസറിന് എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത് തന്നെ കൊടുക്കണം. അതായത് സംഭവം നടന്ന ദിവസം മുതൽ യാസർ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷിബിലയെ കൊലപ്പെടുത്തിയ ആ ദിവസം തന്നെ യാസർ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് യാസറിനെ പിടികൂടിയത്. ആ ദിവസം യാസർ മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്നെ കൊല്ലാനാണോ എന്ന ബലമായ സംശയമുണ്ട് എന്നും പിതാവ് ഇപ്പൊ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ശരിയാണ്, ആ കുടുംബത്തിനും ഈ വിഷയത്തിൽ അവരെയും യാസർ കൊലപ്പെടുത്തുമോ എന്ന ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷിബിലയുടെ വീട്ടുകാർ ആ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. കോഴിക്കോട് നിന്ന് ദിൽഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത്.